സുസ്മിയും സത്യമേ ഒന്നും വന്നില്ലല്ലോ. ഇനി ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലേ? ഇനിയിപ്പോ ലോട്ടറി നമുക്ക് തന്നെ അടിച്ചാലോ? അല്ല ചിറ്റപ്പ, ഒരമ്മമാരെ ഈ വഴിക്ക് കാണുന്നില്ലല്ലോ. എടി, ഏൽപ്പിച്ചവര് പണി നന്നായിട്ട് ചെയ്തു എന്നാ തോന്നുന്നത്. ഒറ്റ കണത്തിന് ഇതുവഴി കാണുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ മത്സരാർത്ഥികളുടെ പേര് വിളിക്കുകയാണ്. വിളിക്കുന്നവർ അവരവർക്കായി തയ്യാറാക്കിയ സ്ഥലങ്ങളിലേക്ക് വന്നു നിൽക്കേണ്ടതുമാണ്. ആദ്യമായി വിളിക്കുന്നത് മല്ലിക എസ് നായർ. ഒരംഗത്തിന് തയ്യാറെടുത്ത് തന്നെയാണ് മല്ലിക എസ് നായർ വന്നിരിക്കുന്നത്. അത് ആ മുഖത്ത് കാണാം. രണ്ടാമതായി ഞാൻ പരിചയപ്പെടുത്തുന്നു സുസ്മിത. ഇതെനിക്ക് അവകാശപ്പെട്ട വിജയമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു തന്നെയാണ് സുസ്മിത വന്നിരിക്കുന്നത്. മൂന്നാമതായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് കുടുംബശ്രീ ശാരദ. വർഷങ്ങളായുള്ള പാചകത്തിലെ അനുഭവ സമ്പത്തും കൊണ്ടാണ് ശാരദ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത്. അടികൊണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാവും. ഒരിക്കൽ കൂടി നമുക്ക് ക്ഷണിക്കാം കുടുംബശ്രീ ശാരദ. അതെ, ശാരദാമ്മയെ കാണുന്നില്ലല്ലോ. ഒതുക്കലൊക്കെ അപ്പം നേരത്തെ നടത്തിയില്ലേ? എന്താ പറഞ്ഞ? അല്ല, തേങ്ങ ഒതുക്കുമ്പോഴേ നന്നായിട്ട് ഒതുക്കണമെന്ന് പറയായിരുന്നു, അല്ലെങ്കിൽ പച്ച ചവയ്ക്കും. ശാരദാമ്മയുടെ കാര്യത്തിൽ പച്ചയല്ല ചുവയ്ക്കുന്നത്, ചോപ്പാ, ചോരയുടെ ചുവപ്പ്. അവര് ഈ 7 അയൽവക്കത്തേക്ക് വരാൻ സാധ്യതയില്ല. അതിനുള്ള പണി വെച്ചിട്ടാ മോനെ ഈ സുസ്മിത ഇവിടെ നിൽക്കുന്നത്.